നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കണക്ഷൻ നൽകുന്ന കമ്മ്യൂണിക്കേഷൻ ഉപകരണം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തി 50 മീറ്റർ ആഴങ്ങളിൽ കരുത്തുറ്റ കരം നൽകാൻ ഇനി പെൺപടയും. രാജ്യത്തെ പ്രഥമ വനിതാ സ്കൂബ റെസ്ക്യൂ ഡൈവിംഗ് ടീം പ്രവർത്തന സജ്ജം. വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് പേര് ഗ്യാനറ്റ്സ്. വിയൂർ അഗ്നിരക്ഷാ നിലയ പരിശീലന കേന്ദ്രത്തിൽ പാസിംഗ് ഔട്ട് പരേഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബാഡ്ജ് വിതരണം നിർവഹിച്ചു. വനിതാ ശാക്തീകരണ രംഗത്ത് കേരള സർക്കാരിൻ്റേത് സമാനതകളില്ലാത്ത മുന്നേറ്റമെന്ന് മുഖ്യമന്ത്രി. വിപ്ലവ കേഡരിക പ്രസ്ഥാനം CPM-ന് തൃശൂർ ജില്ലയിൽ പുത്തൻ നേതൃത്വം. ഗുരുവായൂർ മുൻ MLA KV അബ്ദുൾ ഖാദർ പുതിയ ജില്ലാ സെക്രട്ടറി. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ UR പ്രദീപ് MLA അടക്കം 10 പുതുമുഖങ്ങൾ. സേവ്യർ ചിറ്റിലപ്പള്ളി, KV നഫീസ, AS കുട്ടി, മേരി തോമസ്, PN സുരേന്ദ്രൻ പട്ടികയിൽ. കുന്നുംകുളത്തെ ചെങ്കടലാക്കി റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും. കാലത്തിനനുസരിച്ചുള്ള നയം മാറ്റത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ഇന്നിന്റെ അനിവാര്യതയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. വർത്തമാന കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വകാര്യ സർവകലാശാലയുമായി മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും മന്ത്രി. രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിന് മാറി നിൽക്കാനാകില്ല. മുൻകാലങ്ങളിൽ വൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ SFIക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. CPIക്ക് ഒരു എതിർപ്പുമില്ല. ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി. സംസ്ഥാനത്ത് താപനില അനുദിനം ഉയരുന്നു. വെന്തുരുകുന്നു കേരളം. ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണറുടെ ഉത്തരവ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിച്ചു. ജോലി സമയം രാവിലെ 7-നും വൈകിട്ട് 7-നും ഇടയിൽ 8 മണിക്കൂറാക്കി നിജപ്പെടുത്തി. അത്താണിക്ക് പുരാരവത്തിന്റെ മഹനീയ നിമിഷങ്ങൾ. കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പൂരം പൂത്തുലയും. ബഹുനില കാഴ്ച പന്തലുകളുടെ ദീപപ്രഭയിൽ ക്ഷേത്ര പരിസരം. ആൽത്തറമേളത്തിന്റെ ആരവം തീർത്ത് തിരുവല്ല രാധാകൃഷ്ണനും സംഘവും. ആനച്ചമയ പ്രദർശനം മതിവരാ കാഴ്ചയായി. മച്ചാട് മാമാങ്ക ആരവമുയരുന്നു. ആചാരവൈവിധ്യങ്ങളുടെ സമ്മോഹന നിമിഷങ്ങൾ ഉത്സവ പ്രേമികൾക്ക് സമ്മാനിക്കുന്ന മാമാങ്കത്തിന്റെ കാവുകൂറയിടൽ ബുധനാഴ്ച. മാമാങ്ക നടത്തിപ്പ് ദേശമായ പുന്നമ്പറമ്പ് നേതൃത്വം നൽകും. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ മെസ്സിൽ ഭക്ഷണത്തിൽ ചത്ത തേരട്ട. ഡോക്ടർമാർക്ക് വിളമ്പിയ പ്രഭാത ഭക്ഷണത്തിലാണ് തേരട്ടയെ കണ്ടെത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മെസ് അടപ്പിച്ചു. അന്വേഷണം ആരംഭിച്ചു. വികസന വിപ്ലവ വഴിയിൽ മച്ചാട് താണിക്കുടം റോഡ്. പീച്ചി വാണാനി കോറിഡോർ നിർമ്മാണം അതിവേഗം. മച്ചാട് മാമാങ്കത്തിന് മുമ്പ് തെക്കുംകര പഞ്ചായത്ത് ആസ്ഥാനമായ പുന്നമ്പറമ്പിന്
പുതുമുഖം കൈവരും. സെന്ററിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. റോഡിന് ഇരുവശവും കാനകൾ, നടപ്പാതകൾ, ഡിവൈഡറുകൾ സ്ഥാപിക്കും. പുന്നമ്പറമ്പിനും കരിമത്രയ്ക്കുമിടയുള്ള പാടശേഖരത്തിലെ കാന നിർമ്മാണത്തെ ചൊല്ലി വൻ പ്രതിഷേധം. ശാസ്ത്രീയമല്ലാതെ നിർമ്മാണം നടക്കുന്നത് വീടുകളെ വെള്ളക്കെട്ടിലാക്കുമെന്ന് നാട്ടുകാർ. ലോട്ടറി വിൽപ്പനയിൽ കേന്ദ്ര സർക്കാരിനെ സേവന നികുതി ചുമത്താനാകില്ലെന്ന് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. നികുതി ചുമത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണെന്ന് പരമോന്നത കോടതി. പേപ്പർ ഓൺലൈൻ ലോട്ടറി ടിക്കറ്റുകളുടെ വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. അമ്പലപുരം ജോൺ പോൾ പീസ് ഹോമിൽ ലൂർദ് മാതാവിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രം രോഗി ദിനമായി ആചരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ച് മെൽബൺ രൂപതാധ്യക്ഷൻ മാർ ബോസ്കോ പുത്തോർ. പീസ് ഹോമിൽ രോഗി ശുശ്രൂഷ നടത്തുന്നവർക്ക് ആദരം. സപ്തതി നിറവിൽ കഴിയുന്ന പരിചരണ സഹായി ട്രീസയ്ക്കും ആദരമൊരുക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രൊഫഷണലാകുന്നു. തദ്ദേശ സ്വയംഭരണ പരിശീലന സ്ഥാപനമായ കില പ്രത്യേക പരിശീലനം നൽകും. തൊഴിലവകാശങ്ങൾ, ഹാജർ രേഖപ്പെടുത്തൽ, ആസൂത്രണം, സോഷ്യൽ ഓഡിറ്റിംഗ് തുടങ്ങി 15ഓളം വിഷയങ്ങൾ പരിശീലന പരിപാടിയിൽ. ചേലക്കരയിൽ നിന്ന് തുടക്കം. ചൂണ്ടലിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് വേലൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. നീലങ്കാവിൽ ജോയൽ ജസ്റ്റിനാണ് ദുരന്തത്തിനിരയായത്. ചൂണ്ടൽ പാറ അമ്പലത്തിനു സമീപമാണ് അപകടവും ദുരന്തവും. ഒല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജിലെ BBA വിദ്യാർത്ഥിയാണ് 19കാരൻ. കയ്പമംഗലം പുതിയകാവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. 63കാരൻ ജ്യോതിപ്രകാശനാണ് മരണമടഞ്ഞത്. കുണ്ടന്നൂർ ചുങ്കത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. തൈപ്പൂയ ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. തൈമാസത്തിലെ അഥവാ മകരമാസത്തിലെ പൂയനാളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി വിശ്വാസികൾ കണ്ണികളായി. കാവടിക്കൂട്ടങ്ങൾ നിറഞ്ഞാടിയപ്പോൾ ആഘോഷം വാനോളമായി. വടക്കാഞ്ചേരി സുബ്രഹ്മണ്യം കോവിലിലും തൈപ്പൂയ ആഘോഷം.